ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം മതവിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആന്റെ ആധുനിക വ്യാഖ്യാനം രചിച്ച് വളരെയേറെ ശ്രദ്ധേയനായ ഒരു മൗലവിയാണ് ഇന്ന് ട്രിക്സ് ട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുന്നത്. സ്വാഗതം ചെയ്യാം മുസ്തഫ മൗലവിയെ. മൗലവി നമസ്കാരം. സർവവേദ സത്യവാദം എന്നുള്ള ആശയമാണ് ഞാൻ ഉയർത്തുന്ന ആശയത്തിൻ്റെ അല്ലെങ്കിൽ ദർശനത്തിൻ്റെ കാതലെന്ന് പറയാം. എന്നിരിക്കെ ഇബ്രാഹിം നബിയെ പോലുള്ള ഒരു സർവാംഗീകൃതനായ ഒരു പ്രവാചകൻ തന്റെ സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി തയ്യാറാകുന്നു എന്നത് എത്രമാത്രം തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. കള്ളം പറയുകയാണ് പൗരോഹിത്യം, വെറുതെ പറയുകയാണ്. അങ്ങനെ ഒരു നരബലി മാനവ സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടേയില്ല. എവിടെയും കേട്ടുകേൾവിയില്ലാത്തൊരു സംഗതിയാണ് മനുഷ്യനെ ദൈവപ്രീതിക്കായിട്ട് അറുക്കുക എന്നുള്ളത്. ഒരു പ്രവാചകൻ തന്റെ മകനെ അറുക്കാൻ വേണ്ടി കയ്യും പിടിച്ച് മലമുകളിലേക്ക് പോകുന്നു. ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഇത് ചരിത്രത്തിൽ? ബുദ്ധിയില്ലാത്ത ഒരു സമൂഹത്തോട് പറഞ്ഞു പറ്റിക്കാൻ അല്ലാതെ ആലോചിക്കുന്ന ഒരു സമൂഹത്തോട് ഇത് പറയാൻ കഴിയുമോ? ഉൽപ്പത്തി പുസ്തകം അധ്യായം 22. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരിശോധിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തു ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം അർപ്പിക്ക എന്ന് അരുളി ചെയ്തു. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്കു കോപ്പിട്ടു കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തുനിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടെ വരെ ചെന്ന് ആരാധന കഴിച്ചു മടങ്ങിവരാം എന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് എടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. ഇതാ തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം അവിടുത്തേക്കു ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അവിടെ അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തുനിന്ന് അബ്രഹാമേ, അബ്രഹാമേ എന്നു വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവിടുന്ന് അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു തന്റെ മകനു പകരം ഹോമയാഗം കഴിച്ചു. അധ്യായം 37. അസ്വാഫാത്ത്. ഇബ്രാഹിം പറഞ്ഞു, ഞാൻ എന്റെ നാഥന്റെ അടുത്തേക്ക് പോവുകയാണ്, അവൻ എന്നെ നേർവഴിയിൽ നയിക്കും. എന്റെ നാഥ, എനിക്ക് നീ സച്ചരിതനായ ഒരു മകനെ നൽകണമേ. അപ്പോൾ നാം അദ്ദേഹത്തെ സഹനശാലിയായ ഒരു പുത്രനെ സംബന്ധിച്ച ശുഭവാർത്ത അറിയിച്ചു. ആ കുട്ടി അദ്ദേഹത്തോടൊപ്പം എന്തെങ്കിലും ചെയ്യാവുന്ന പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രിയമോനെ, ഞാൻ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു. അതിനാൽ നോക്കൂ, നിന്റെ അഭിപ്രായം എന്താണ്? അവൻ പറഞ്ഞു, എന്റെ ഉപ്പ, അങ്ങ് കൽപ്പന നടപ്പാക്കിയാലും. അല്ലാഹു ഇച്ഛിച്ചെങ്കിൽ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ അങ്ങേക്കെന്നെ കാണാം. അങ്ങനെ അവരിരുവരും കൽപ്പനയ്ക്ക് വഴങ്ങി. അദ്ദേഹം അവനെ ചെരിച്ചു കിടത്തി. അപ്പോൾ നാം അദ്ദേഹത്തെ വിളിച്ചു, ഇബ്രാഹീമേ. സംശയമില്ല, നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അവ്വിധമാണ് നാം സച്ചരിതർക്ക് പ്രതിഫലം നൽകുന്നത്. ഉറപ്പായും ഇതൊരു വ്യക്തമായ പരീക്ഷണം തന്നെയായിരുന്നു. നാം അവനു പകരം ബലിയർപ്പിക്കാനായി മഹത്തായ ഒരു മൃഗത്തെ നൽകി. പിന്മുറക്കാരിൽ അദ്ദേഹത്തിന്റെ സൽകീർത്തി നിലനിർത്തുകയും ചെയ്തു. ഇബ്രാഹീമിന് സമാധാനം. ഇவ்விധമാണ് നാം സച്ചരിതർക്ക് പ്രതിഫലം നൽകുന്നത്. സംശയമില്ല, അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ടവനായിരുന്നു. മാത്രമല്ല, പലപ്പോഴും അവരുടെ പ്രതികരണം അജ്ഞതയിൽ നിന്നാണ്. തങ്ങൾ ശരിയാണ് എന്നുള്ള ഒരു നിലപാടിൽ നിന്നാണ്. ആ അജ്ഞതയെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പടച്ചോനെ നോക്കിയ ആമിനാജ് ഓന്റെ ഒരു ഇൽമ്, ഇത്രമാത്രം ഇൽമ എനിക്കുണ്ടെങ്കിലേ ജിഞ്ഞി സ്കൂളിലൊന്നും പോകണ്ട സുക്കൂറെ.